ശ്രീ ജലീൽ, നമ്മൾ ഈ ആദ്യമേ സംസാരിച്ചത് ഈ മറ്റത്തൂരിൻ്റെ വിഷയം തന്നെയാണല്ലോ. കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് മറ്റത്തൂരിൽ കണ്ടതാണ്. ആ മറ്റത്തൂർ പഞ്ചായത്തിനെ നമുക്ക് ഇങ്ങനെയൊന്ന് വിശേഷിപ്പിക്കാം: അതുൽ കൃഷ്ണ വേഴ്സസ് മറ്റത്തൂർ പഞ്ചായത്ത് എന്ന്. അതുൽ കൃഷ്ണ എന്ന BJP പ്രവർത്തകൻ അവിടെ ഭരിച്ചിരുന്നത് LDF ആണ്. അവിടെ ഒരു സംരംഭം തുടങ്ങുകയാണ്. ആ സംരംഭകനെ അവിടെ നിന്നും അടിച്ചോടിക്കുന്ന രീതിയിലേക്ക് അപഹാസ്യമായ വിധത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാറുന്ന ഒരു സ്ഥിതിയുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനാണ് ഈ LDFൻ്റെ അടിവേരിളക്കിയത് എങ്കിൽ വലിയൊരു കാരണം ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. എങ്കിൽ മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായത് അന്ന് അവിടുത്തെ LDF പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. അവിടെ BJPക്ക് വളരെ കാര്യങ്ങൾ സുഗമമാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചത് ഒരുപക്ഷെ LDFൻ്റെ ഇടപെടൽ തന്നെയാണ്. LDFൻ്റെ ഒരു ഈ ആര്യ മേയറുടെ ഒരു പതിപ്പൊക്കെ നമുക്കവിടെ മറ്റത്തൂരിലും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ജനപക്ഷത്തേക്ക് ആളുകൾ വരുന്നത് സ്വാഭാവികമല്ലേ ജലീൽ പുനലൂർ? അല്ല, ജനാധിപത്യ ക്രമത്തിൽ ആളുകൾ ജനകീയമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നതിനെ ഒരാൾക്കും എതിർക്കാനാകില്ല. അത് ജനാധിപത്യത്തിന്റെ മധുരമാണ്. അതിപ്പോ നേമത്തൊരു കാലത്ത് ശ്രീ O രാജഗോപാൽജി ജയിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യത്തിൽ ജയിച്ചു വന്നതാണ്. സുരേഷ് ഗോപി ജയിച്ചു വന്നു. അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം, കടുത്ത വർഗീയത ഇളക്കി വിട്ടിട്ടുണ്ടാകാം, ഒക്കെയാണെങ്കിലും അതൊക്കെ ജനാധിപത്യത്തിൽ കൂടിയാണ്. പക്ഷെ മറ്റത്തൂരിൽ നടന്നത് ഒരു ജനാധിപത്യ വിജയമാണെന്ന് BJPയുടെ അവകാശവാദത്തോടൊന്നും ഇടതുപക്ഷത്തിന് യോജിക്കാനാകില്ല. അതൊക്കെ വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ കർണാടകയിലും ഗോവയിലുമൊക്കെ നമ്മൾ കണ്ടുമടുത്ത ഹീനമായ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് എത്രത്തോളം വിലപ്പോവും എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. പിന്നെ ഒന്ന് പറഞ്ഞു തരാം, ഈ കോഴിക്കുഞ്ഞ് എത്ര നമ്മൾ സൂക്ഷിച്ചാലും അത് പരുന്തിനുള്ളതാണെന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് ഏതെല്ലാം രീതിയിൽ ജനാധിപത്യം പറഞ്ഞ് വോട്ട് നേടി ജയിച്ചു വന്നാലും അവസരം വരുമ്പോൾ അതൊക്കെ പരുന്തിനാണ്. BJP റാഞ്ചിക്കൊണ്ട് പോകുമെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ കേരളത്തെ പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തുവാണ്. ഇതിപ്പോ മറ്റത്തൂരിലെ കഥ വേറൊരു സംസ്ഥാനത്തിന് സമാനമാണ്. ഈ 10 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഈ ത്രിപുരയിൽ ഒരൊറ്റ BJP MLA-മാരില്ലായിരുന്നു, ഒരൊറ്റ BJP MLA. അവിടെ ഈ മറ്റത്തൂരിൽ സംഭവിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 10 കോൺഗ്രസ് MLA-മാർ, ഇന്ന് അവിടുത്തെ വാർഡ് മെമ്പർമാർ മണ്ഡലം പ്രസിഡന്റ് എഴുതി കൊടുത്ത പോലെ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഞങ്ങൾ ഇതാ പോകുന്നു. അതുപോലെ ഗുഡ് ബൈ പറഞ്ഞു പോയതാണ്. ഒറ്റയടിക്കാണ് BJPക്ക് ത്രിപുരയിൽ 10 MLA-മാരെ കിട്ടിയത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറി. എന്നിട്ട് ത്രിപുര നഷ്ടപ്പെട്ടു പോയത് എന്തോ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ വീഴ്ച കൊണ്ടാണ് എന്ന് പലരും പറയാറുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം മുഖ്യ പ്രതിപക്ഷം ഒന്നാകെ മുഖ്യമന്ത്രി അടക്കം BJP-ആയി മാറിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അവിടെ ധർമ്മസങ്കടത്തോടെയാണെങ്കിലും നിസ്സംഗതയോടെയാണെങ്കിലും നോക്കി നിൽക്കാനേ സാധിക്കൂ. പിന്നെ BJP-യെ സംബന്ധിച്ച് ജനം TVക്ക് ഇത് ആഘോഷമാക്കാവുന്ന നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിന് എതിര് പറയുന്നില്ല. പക്ഷേ ഈ 10,000-ഓളം പഞ്ചായത്തും കുറെ 100-150 മുനിസിപ്പാലിറ്റിയും 4-5 ജില്ലാ പഞ്ചായത്തും ഒട്ടനവധി ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഉള്ള കേരളത്തിൽ നടന്ന ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 2-3 മുനിസിപ്പാലിറ്റിയിൽ കേവല ഭൂരിപക്ഷം നേടിയതും തിരുവനന്തപുരത്തെ പോലെ എത്രയോ കാലമായി അവിടെ ഹൈന്ദവ വർഗീയതയ്ക്ക് പലപ്പോഴായിട്ട് ചില വർഗീയ കൂട്ടുകെട്ടും വളർച്ചയൊക്കെ ഉള്ളൊരു മണ്ണാണ് പാലക്കാട്, മഞ്ചേശ്വരം, തിരുവനന്തപുരം. അവിടെ ഒരു സീറ്റ് പോലും ഭൂരിപക്ഷം ഇല്ല. 50 സീറ്റാണ് BJPക്ക് കിട്ടിയത്. സ്വതന്ത്രന്റെയൊക്കെ കയ്യോ കാലോ പിടിച്ച് അവിടെ നഗരസഭ കിട്ടിയപ്പം എന്തോ കേരളം ഇതാ BJP ഇളക്കി മറിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ മലയാളിയുടെ ഇടയിൽ അത് അത്രത്തോളം വിജയിച്ചു പോകും അല്ല. നിങ്ങൾ കുറെ കാലങ്ങളായി പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു മേഖലയിലേക്കും ഒരു പഞ്ചായത്തിലേക്ക് പോലും BJP കടന്നു വരില്ല എന്നതായിരുന്നല്ലോ. അതിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയല്ലേ. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ 11 പഞ്ചായത്തുകളിലാണ് BJPക്ക് ഭരണമുണ്ടായിരുന്നത്. ഇന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ 30 പഞ്ചായത്തുകളിലേക്ക് BJPയുടെ ഭരണം മാറിയിട്ടുണ്ട്. അത് ഒന്ന് ഓർക്കണം. ഇന്ത്യ മുന്നണി പലയിടത്തും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്
വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മത തീവ്രവാദികളുടെ വോട്ടുകൾ വാങ്ങി ക്രോസ് വോട്ട് ചെയ്തും BJP ഒരിടത്തും വരരുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ എടുക്കുന്ന സമീപനം അത് ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമ്മൾ കണ്ടതാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് BJP ഇത്ര വലിയ രാഷ്ട്രീയ വിജയം കൈവരിച്ചിരിക്കുന്നത്. അതിനെ നിസ്സാരമായി കാണല്ലേ ശ്രീ ജലീൽ പുനലൂർ? നോക്കൂ, BJPയുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് RSS ആണ്. ഇത് ഇന്ത്യയിൽ ഒരു പക്ഷേ എൻ്റെ അറിവിൽ ആദ്യമായി പ്രവർത്തനമൊക്കെ ആരംഭിച്ച 1924കളിൽ തന്നെ ശക്തമായ പ്രവർത്തനം ആരംഭിച്ച, ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള, എല്ലാ വിഭവങ്ങളുമൊത്ത, എല്ലാ സംവിധാനങ്ങളുമുള്ള, വളരാൻ പ്രാപ്തമായ RSSന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു മണ്ണാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ 10,000-ഓളം പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 10-12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷി, അതുപോലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു കക്ഷി, പിന്നെ ലോക്സഭയിൽ അത്രത്തോളം ഭൂരിപക്ഷമുള്ള ഒരു കക്ഷി, അങ്ങനെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാർട്ടി ഈ കേരളത്തിലെ 10-30 പഞ്ചായത്തിൽ, ചിലയിടത്ത് 1 സീറ്റ്, ചിലയിടത്ത് 2 സീറ്റ്, ചിലയിടത്ത് തുലാസിൽ, അങ്ങനെയൊക്കെ ഏതോ അർത്ഥത്തിൽ കുറച്ച് പഞ്ചായത്ത് നേടിയപ്പം ഇതാണെന്തോ മഹാവിജയം എന്നുള്ള ആഘോഷം. അതൊരു ആഘോഷമല്ല. തിരുവനന്തപുരത്തെ കാര്യം തന്നെ ഞാൻ താങ്കൾക്കറിയാമല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു തരാം. SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് നിങ്ങളുടെ ഒരു B ടീമാണെന്ന് ഞാൻ പറയും, അല്ലാതെ നിങ്ങളും പറയും. പക്ഷേ മതേതര കക്ഷികൾ എവിടെ BJPയുടെ RSSന്റെ B ടീമോ? താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അല്ല, തീർച്ചയായിട്ടും എന്റെ കാഴ്ചപ്പാടും എന്റെ പഠനങ്ങളും വരുത്തുന്നത് അങ്ങനെയാണ്. കാരണം BJPക്ക് സഹായകാരമായ നിലയിൽ വഴി വെട്ടിക്കൊടുക്കുന്ന ചില സംഘങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു OIC-യെ പോലെ, കാസയെ പോലെ തത്തുല്യമായ ഒരു സംഘടനയായിട്ട് അതിനെ കാണുന്നത്. സൈനിക സ്കൂൾ വാർഡ്, അതുപോലെ ചാല വാർഡ്, അമ്പലത്തറ വാർഡ്, ഈ 3 വാർഡുകളിൽ SDPI-കാരൻ ഒന്ന് മിതത്വം പാലിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് വിവേകം കാട്ടിയിരുന്നുവെങ്കിൽ, ഒരു ധാർമ്മികത കാട്ടിയിരുന്നുവെങ്കിൽ, RSSനെതിരായിട്ടുള്ള തങ്ങളുടെ ഘോരമായ പ്രസംഗത്തോട് നീതി സർ, അങ്ങയുടെ പഠനം, നിരീക്ഷണം, ഈ ഗവേഷണമൊക്കെ ആ കോട്ടാങ്കൽ പഞ്ചായത്തിൽ ഒന്ന് പറഞ്ഞു പോവാതിരുന്നത് എന്താണ്? അഭിമന്യുവിനെ കൊന്നവരോടൊപ്പം നിന്നുകൊണ്ട് 5 വർഷം കോട്ടാങ്കൽ പഞ്ചായത്ത് ഭരിച്ചത് SDPI-യും LDF-ഉം ചേർന്നാണ്. അപ്പോൾ അങ്ങയുടെ ഈ പഠനമൊക്കെ ഈ B ടീം ആരുടെയാണ് എന്നതൊക്കെ അവിടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ 5 കൊല്ലം SDPI-യെ കോട്ടാങ്കലിന് LDF-ന് ചുമക്കേണ്ടി വരുമായിരുന്നോ? ഇപ്പോഴെന്തായാലും ആ സ്ഥിതി മാറിയിട്ടുണ്ട്. ഒരു കോട്ടാങ്കലിലും അല്ലാത്ത സ്ഥലത്തും SDPI-യും BJP-യും വെൽഫെയർ പാർട്ടി ഇത്തരം സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഭരിക്കില്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാട്. ആ പ്രഖ്യാപിത നിലപാട് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം പ്രാവർത്തികമായി ഇപ്പോൾ കാണുന്നു എന്നതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം.